പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് ആലപ്പുഴ ജില്ലയിലെ എടത്വ മരിയാപുരത്തുള്ള ശിവപ്രസാദിന്റെ ഭവനമാണ്. മരിയാപുരം പള്ളിയുടെ മുൻവശത്തോടുള്ള വഴിയിലൂടെയാണ് ഇവിടേക്ക് വരുന്നത്. ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ശിവപ്രസാദ് അദ്ദേഹത്തിന്റെ വീടിന്റെ പുറകുവശത്തുള്ള ഒരു സ്ഥലത്ത്, അവർ അദ്ദേഹത്തിന്റെ കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് എന്തോ വെള്ള നിറത്തിലുള്ള ഒരു വസ്തു കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ അതെന്താണെന്ന് നോക്കാനായിട്ട് അദ്ദേഹം ചെന്നപ്പോൾ ഫുട്ബോളിന്റെ ഷേപ്പിൽ വെള്ള നിറത്തിലുള്ള എന്തോ വസ്തുക്കൾ ഇവിടെ കിടക്കുന്നത് കണ്ടു. ഉടൻ തന്നെ അദ്ദേഹം ഇത് നോക്കിയിട്ട്, അദ്ദേഹം സാധാരണ കാണുന്ന ഒരു കാഴ്ചയല്ല, അദ്ദേഹം മറ്റെന്തോ തരത്തിലുള്ള വസ്തുക്കളാണെന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം അതിനടുത്തേക്ക് പോയി. ഏതാണെങ്കിലും എന്താണ് കാര്യമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ സഹോദരി പുത്രൻ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം അത് ഗൂഗിൾ ചെയ്തു ഇതിന്റെ ഫോട്ടോ വെച്ച്. അപ്പോൾ അദ്ദേഹത്തിന് അതിന്റെ കാര്യങ്ങൾ എന്തോ മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ അറിയിക്കുകയായിരുന്നു. ഏതായാലും ശിവപ്രസാദ് നമ്മുടെ തൊട്ടടുത്ത് നിൽപ്പുണ്ട്. എങ്ങനെയാണ് ഈ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുന്നത്? ഞങ്ങളിവിടെ പരിസരം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് എൻ്റെ പെങ്ങളുടെ മോൻ്റെ ഇത് കണ്ണിപ്പെട്ടത്. അന്നേരം എന്നോട് വന്ന് പറഞ്ഞു, മാമ എന്തോ ഇവിടെ ഇരിക്കുന്നെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് ഞങ്ങൾ ഇവിടെ വന്ന് നോക്കുമായിരുന്നു. നോക്കിയപ്പം എന്തോ നമുക്ക് മനസ്സിലായില്ല. ഞാൻ ഓർത്ത് ഇനി കൂണായിരിക്കും എന്ന് വെച്ചു. നമ്മൾ കൂണൊക്കെ എങ്ങനെ കണ്ടിട്ടുള്ളൂ സാധാരണ. അങ്ങനെ കൂണാണെന്നും പറഞ്ഞാൽ നമ്മൾ വന്ന് നോക്കുമ്പോൾ ഇതിലിങ്ങനെ നല്ലതായിട്ട് പതുപതാത്ത ഒരു ഇത് വരുന്നു. അങ്ങനെ സംശയം തോന്നി നമ്മൾ നോക്കിയപ്പോഴാണ് ചെറുക്കൻ എൻ്റെ അടുക്ക പറഞ്ഞ്, മാമ ഇത് ഞാനൊന്ന് നോക്കട്ടെ, ഇത് ഇങ്ങനെ ഒരു മുട്ട ഇങ്ങനെ ഗൂഗിളിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഗൂഗിളിനകത്ത് അടിച്ച് നോക്കിയപ്പോൾ ഇതിങ്ങനെ പെരുമ്പാമ്പിൻ്റെ മുട്ടയാണെന്ന് മനസ്സിലായി. നമ്മൾ ഫോറസ്റ്റുകാരെ അറിയിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ കിട്ടിയില്ല. ലാസ്റ്റ് പോലീസ് സ്റ്റേഷനോട് ബന്ധപ്പെട്ട് പിന്നെ അവരാണ് എടത്വ പോലീസ് സ്റ്റേഷനോട് ബന്ധപ്പെട്ടിട്ട് അവരാണ് ഫോറസ്റ്റുകാരെ വിളിച്ചിട്ട് ഇപ്പോൾ വന്ന് കൊണ്ടുപോകാനായിട്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏതാണ്ട് മണിക്കൂറുകൾ നീണ്ട വലിയ ഒരു ഭീതിയുടെ അവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് സ്റ്റേഷനിലേക്ക് അവർ വിളിച്ചറിയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർ വനംവകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടേക്ക് ആളുകളെ എത്തിക്കുന്നതിന് വേണ്ടുന്ന ക്രമീകരണം ചെയ്യുകയായിരുന്നു. ഏതായാലും വലിയ വലിപ്പമുള്ള, എനിക്ക് തോന്നുന്നു ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു കാഴ്ച കാണുന്നത്. വലിയ ബോളുകൾ വെള്ള നിറത്തിലുള്ള ക്രിക്കറ്റ് ബോളുകൾ അടുക്കി വെച്ചിരിക്കുന്ന കണക്കെയുള്ള വലിയ ഒരു വസ്തുവാണ് ഈ കാണുന്നത്. ഏതാണെങ്കിലും ഇവരെ വിളിച്ചറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആളുകൾ എത്തിയിട്ടുണ്ട് ഇത് എടുത്തുകൊണ്ട് പോകാനായിട്ട്. സാർ, ഇതെന്താണ് സാർ ഈ സാധനം? ഇത് റോക്ക് പൈത്തൺ എന്ന് പറയുന്നത്, ഇന്ത്യൻ റോക്ക് പൈത്തൺ എന്നറിയപ്പെടുന്ന പെരുമ്പാമ്പിന്റെ മുട്ടയാണ്. ഇത് സാധാരണ മുട്ട ഇങ്ങനെ ഇതുപോലെ മനുഷ്യന്റെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ ഇത് ഇടാറുണ്ട്. ഇതിപ്പം ഇവിടെ തന്നെ പെരുമ്പാമ്പ് കാണാനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കാണുന്ന പോർഷൻ എന്ന് പറയുന്നത് അത് ഇരുന്ന സ്ഥലമാണ്. ഓഹോ, ഇത് ഇവരുടെ ആളനക്കമൊക്കെ കണ്ടതുകൊണ്ട് പെരുമ്പാമ്പ് എന്ത് ചെയ്തതാണ്, പോയതാണ്. സാധാരണ പെരുമ്പാമ്പ് മുട്ട ഇട്ടേച്ച് അതിന് അടയിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ, അല്ലെങ്കിൽ ആ മുട്ടയുടെ സമീപത്ത് തന്നെ അത് വട്ടത്തിൽ ചുരുണ്ട് കയറിയിരിക്കുന്ന അനുഭവങ്ങൾ ഇതിന് നമ്മുടെ റെസ്ക്യൂ സംബന്ധമായി വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ പറയാം, ഞാൻ ഫോറസ്റ്റിന്റെ ഉദ്യോഗസ്ഥനല്ല. കേരളത്തിന്റെ 14 ജില്ലകളിലും വോളണ്ടിയറായി പ്രവർത്തിക്കുന്ന, സന്നദ്ധ പ്രവർത്തനം ചെയ്യുന്നതായി, അഥവാ ഞാനിവിടം വരെ വന്നത് എൻ്റെ പണം മുടക്കി, എൻ്റെ സമയം കളഞ്ഞ്, എൻ്റെ ജീവനെ തൃണവൽക്കരിച്ചുകൊണ്ട്. അങ്ങനെ കേരളത്തിൻ്റെ 14 ജില്ലകളിലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ സന്നദ്ധ പ്രവർത്തനം, അതായത് ശാസ്ത്രീയമായി പാമ്പിനെ എങ്ങനെ റെസ്ക്യൂ ചെയ്യാൻ കഴിയും എന്ന ട്രെയിനിങ് ലഭ്യമായി ലൈസൻസോട് കൂടിയതായ ആലപ്പുഴയിലെ ഒരാളാണ് ഞാൻ. എൻ്റെ ജോലി എന്ന് പറയുന്നത് പാമ്പുപിടുത്തമല്ല. ഞങ്ങളാരും പാമ്പുപിടുത്തക്കാരുമല്ല. പാമ്പുപിടുത്തക്കാരെന്നുള്ള നിലയിൽ ആരെയും അഭിസംബോധന ചെയ്യരുത്. വോളണ്ടിയർ. റെസ്ക്യൂവർ എന്നാണ് ഇംഗ്ലീഷ് പരിഭാഷ. റെസ്ക്യൂവർ എന്ന് പറഞ്ഞാൽ മനുഷ്യർക്കും ഈ ജീവികൾക്കും രക്ഷകരായി, അവരുടെ ഇടയിൽ രക്ഷകരായി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. പാതിരാത്രി വിളിച്ചാലും ഞങ്ങളുടെ സേവനങ്ങൾ ലഭ്യമാണ്. അപ്പോൾ തന്നെ ഓർത്തോണം, ഒരു ഗ്ലാസ് വെള്ളം പോലും ഞങ്ങൾക്ക് എന്തില്ല, ഫോറസ്റ്റിൽ നിന്ന് പ്രതിഫലമായിട്ടില്ല. ഞങ്ങളുടെ പണം മുടക്കി, ഞങ്ങളുടെ സമയത്തെ തൃണവൽഗണിച്ചുകൊണ്ട്, ഞങ്ങളുടെ ജീവനെ പോലും തൃണവൽഗണിച്ചുകൊണ്ടുള്ളതായ ഒരു പ്രയാണമാണ് ഈ ഫോറസ്റ്റിന്റെ അണ്ടറിൽപ്പെട്ടതായ ഈ സന്നദ്ധ. ഈ കുട്ടനാട് പോലെയുള്ള പ്രദേശങ്ങളിൽ ഇത്തരത്തിലെ പാമ്പുകൾ ഇങ്ങനെ മുട്ടയിട്ട് സജീവമായിട്ട് പെരുമ്പാമ്പുകൾ ഇപ്പോൾ നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ മറ്റുള്ള പാമ്പുകളെ അപേക്ഷിച്ച് കൂടുതലായിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 20 മുട്ടയോട് അടുത്തെങ്കിലും കാണാൻ സാധ്യതയുണ്ട്. ഒരു 17 മുതൽ 20-നകത്ത് വരെയുള്ള, ഇപ്പൊ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും എത്ര മുട്ട ഉണ്ടാകും എന്നുള്ളത്. എന്തുമാത്രം വലുപ്പം ഇവരുടെ മുട്ടയ്ക്കാണ്. ഈ പാമ്പ് ഇത് പാമ്പായി കഴിഞ്ഞാൽ വലിയൊരു സൈസ് ആയി കഴിഞ്ഞാൽ എന്നാ വലിപ്പം? മുട്ടയിട്ട പാമ്പിന് എന്ത് വലുപ്പം? അത് അവരുടെ ഈ നമ്മളിപ്പോ ഇദ്ദേഹത്തിന് ഇപ്പം വീഡിയോ എടുക്കുന്ന ഈ ചേട്ടന്റെ വലുപ്പമല്ല എനിക്ക്, ഞങ്ങളുടെ രണ്ടുപേരുടെയും വലുപ്പമല്ല, അത് ആങ്കൾക്ക്. ഇതെല്ലാം ഫുഡിനെ നിൽക്കുന്ന ആ ഭൂപ്രകൃതിയൊക്കെ ആശ്രയിച്ചിരിക്കും. എന്ത് അപ്പോൾ തന്നെ ട്രഡീഷൻ, അവരുടെ അപ്പനും അമ്മയും എത്രത്തോളമൊക്കെ ഉണ്ടോ അത്രത്തോളമൊക്കെയാണ് സ്വാഭാവികമായിട്ടുണ്ടാകുന്നത്.
ഇത് അതുപോലെ മനുഷ്യന് ഈ അപകടകരമായിട്ടുള്ള രീതിയിൽ വിഷം ഇത് നോൺ വെനമസ് ആണ്. നോൺ വെനമസ് ആണെങ്കിൽ പോലും മനുഷ്യന് ഉപകാരവും ഉണ്ട്, ദോഷമുണ്ട്. എന്നാൽ നാനേ ചെന്ന് അങ്ങോട്ട് ചെന്ന് ഒരു പാമ്പുകളും നമ്മളെ ഇങ്ങോട്ട് വന്ന് ഉപദ്രവിക്കുന്ന ജീവികളല്ല പാമ്പുകൾ. നമ്മൾ അങ്ങോട്ട് ചെന്ന് അതിനെ അറ്റാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ഉപദ്രവിക്കാനോ ഏതെങ്കിലും നില ഉപദ്രവിക്കാനോ ഒക്കെ ശ്രമിച്ചെങ്കിൽ മാത്രമേ അത് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ കയറി ചവിട്ടുക, അതൊക്കെ നമ്മുടെ അശ്രദ്ധ കൊണ്ട് പറ്റുന്നതാണ്. അല്ലാതെ ഒരിക്കലും ഇങ്ങോട്ട് വന്ന് നമ്മളെ ഒന്നും ചെയ്യുന്ന ജീവിയല്ല. ഇതിപ്പോ തന്നെ ഇപ്പൊ ഞാൻ മുട്ട എടുത്തുകൊണ്ട് പോയി, നമ്മുടെ ആൾക്കാരെ ചിന്തിച്ച് വെച്ചിരിക്കുന്നത് ഇപ്പൊ മുട്ട എടുത്തുകൊണ്ട് കഴിഞ്ഞാൽ വീണ്ടും ആ പാമ്പ് ഇവിടെ വരും, അങ്ങനൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു സംഭവം, അങ്ങനെയുള്ള പ്രതികാരം. ഇപ്പൊ തന്നെ നമ്മളെ ഒരു പാമ്പിനെ ഞാനും ചെറുപ്പത്തിലേക്ക് കേട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് ഈ റെസ്ക്യൂ ഫീൽഡിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട് ചിലരൊക്കെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുകയൊക്കെ ചെയ്യുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനൊന്നുമില്ല, അങ്ങനെ സംഭവമേ ഇല്ല. ഇത് തിരിച്ചു വന്ന് പ്രതികാരം ചെയ്യുന്ന ഒരു ജീവിയല്ല. എന്നാൽ മനുഷ്യനെ സൂക്ഷിച്ചോണം. ഒരു സ്ട്രീറ്റ് ഡോഗിനെങ്കിലും നമ്മൾ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോണം, തിരിച്ച് അതുവഴി അല്ലെന്നുണ്ടെങ്കിൽ അവൻ ഏതെങ്കിലും സമയത്ത് നമ്മളെ എന്ത് ചെയ്യും, പ്രതികാരം ചെയ്യും. ഇത് അങ്ങനെയുള്ള പ്രതികാരം ചെയ്യുന്ന ജീവികളൊന്നുമല്ല. വലിയ ഉപകാരമാണ്. പ്രത്യേകിച്ച് റോക്ക് പൈത്തൺ നമുക്ക് വേണ്ടി ചെയ്യുന്ന, പെരുമ്പാമ്പ് നമുക്ക് ചെയ്യുന്ന വലിയ ഉപകാരങ്ങളാണ്. ഇപ്പൊ തന്നെ നമ്മുടെ നാട്ടിലെല്ലാം സുലഭമാണ് കാട്ടുപന്നി കുഞ്ഞുങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ കാട്ടുപന്നിയുടെ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കി കളയുന്ന, അഥവാ അതിനെ ആഹാരമാക്കുന്ന പാമ്പുകളിൽ ഒരു പാമ്പാണ്, പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു പാമ്പാണ് എന്ത്. അപ്പോൾ തന്നെ എലി ഉൾപ്പെടെയുള്ളതായ ജീവികളെ ഉരകങ്ങൾ ചെയ്യുന്ന, മനുഷ്യന് ചെയ്യുന്ന സേവനങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് ഉരകങ്ങളെയോ ഇങ്ങനെയുള്ള മുട്ടകളോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാരണവശാലും അതിനെ നശിപ്പിക്കാതോ അതിനെ ഏതെങ്കിലും നിലകളിൽ ഇല്ലാതാക്കാനോ ശ്രമിക്കാതെ ഞങ്ങളെപ്പോലുള്ള വോളണ്ടിയേഴ്സിനെ അറിയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, ഞങ്ങളുടെ സേവനങ്ങൾ 24 hours ലഭ്യമാണ്. ഞാനിവിടെ വന്നില്ലെങ്കിൽ മറ്റൊരാൾ ഇവിടെ വരും. ഇതിപ്പോ നമ്മൾ ഇതിന്റെ മുട്ട ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവുകയാണ്, പോയി കഴിഞ്ഞാൽ ഇത് എവിടെയാണ് ഇത് കൊണ്ടുപോകുന്നത്? നമ്മൾ മുട്ട എടുത്തുകൊണ്ട് പോയി 2 കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. എനിക്കിപ്പോൾ ഒറ്റ കാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒന്നുകിൽ ഇതിനെ വിരിച്ച് ഞങ്ങളുടെ റെസ്ക്യൂമാർ തന്നെ എന്ത് ചെയ്യാറുണ്ട്, ഇതിനെ വിരിച്ച് കുഞ്ഞുങ്ങളായിട്ട് കൊടുക്കാറുണ്ട്. ഒരു 55 ദിവസം, 50-55 ദിവസം മുതൽ 65 ദിവസം വരെ നമ്മളിത് സുരക്ഷിതമായിട്ട് എടുത്ത് വയ്ക്കേണ്ടി വരും. നമ്മൾ പാർക്കുന്ന വീട്ടിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മളിത് വയ്ക്കേണ്ടത്. ഒന്നുകിൽ വിരിയിച്ചു കൊടുക്കാം, അതല്ലെങ്കിൽ എന്ത് ചെയ്യും, ഫോറസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ഇത് അവർ രണ്ടാഴ്ച ഗ്യാപ്പിട്ട് എന്ത് ചെയ്യും, പാമ്പുകളെ കളക്ട് ചെയ്യാം, വൈൽഡ് ആനിമൽസിനെയൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. ആ കൂട്ടത്തിൽ എന്ത് ചെയ്യും ഞാൻ ഈ മുട്ട അവരെ എന്ത് ഏൽപ്പിക്കാനാണ് ഉള്ള തീരുമാനമാണ്. ഇതൊക്കെ നമ്മളെ കൊണ്ടുവന്ന് എവിടെയാണ് ഇത് ഏൽപ്പിക്കുന്നത്? നമ്മൾ ഏൽപ്പിക്കുകയല്ല, നമ്മുടെ വീടുകളിൽ, നമ്മൾ താമസിക്കുന്ന വീടുകളിൽ അവർ വന്ന് കളക്ട് ചെയ്യുക. പക്ഷെ 2 ആഴ്ച ഗ്യാപ്പ് ഇട്ടാണ്. നമുക്ക് നിർഭാഗ്യവശാല ആലപ്പുഴ ജില്ലയിൽ നമുക്ക് RRT ഇല്ല, റാപ്പിഡ് റെസ്പോൺസ് ടീമില്ല. ഇതിനെ കളക്ട് ചെയ്തുകൊണ്ട് പോകാനുള്ള സംവിധാനങ്ങളോ വാഹനങ്ങളോ അതിന്റെ ഗേജുകളോ ഒന്നുമില്ല. പിന്നെ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് റാന്നി RRT ആണ് നമ്മളെ വന്ന് ഈ കാര്യങ്ങളിലെല്ലാം സഹായിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഇതിനെ ഇവിടെ കളക്ട് ചെയ്തുകൊണ്ട് പോകുക, ഇതിനെ കളക്ട് ചെയ്തുകൊണ്ട് ഞാൻ പോവുകയാണ്. ഞാൻ താമസിക്കുന്ന വീടിന്റെ അതിനെ സൂക്ഷിക്കാൻ വേണ്ടി പ്രത്യേക ഗേജൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇതൊരു ഗേജാണ്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ആ ഗേജിന്റെ അകത്തിൽ ഞാൻ മഴ വെള്ളം പെയ്താൽ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് കബോർഡ് കൊണ്ടുവരാൻ ഇത് തന്നെ എടുത്തത്. ഇത് ഈ പാമ്പിന്റെ ഇത് ആണും പെണ്ണുമായിട്ടുള്ള പാമ്പ് അങ്ങനെ കാണാൻ സാധ്യതയുണ്ടോ ഈ പ്രദേശത്ത്? ഇതിന്റെ ദേശത്ത് പെണ്ണുണ്ടെന്നുള്ളതിന്റെ ഉത്തമ തെളിവാണ്. അല്ല, അതല്ലേ ചോദിച്ചത്, ഇതിന്റെ ആൺ പാമ്പും കാണാനായിട്ടുള്ള സാധ്യതയുണ്ടോ? സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല, സാധ്യതകൾ ഉണ്ടാകാം. നമ്മുടെ വീടും പരിസരവും എന്താ ഇതുപോലുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കുക. ഇങ്ങനെയൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നിടത്താണ് കൂടുതലും അത് എന്ത് ചെയ്യുന്നത്, നല്ലവണ്ണം സൗകര്യം. എനിക്ക് തോന്നുന്നു ഇതിന്റെ മുകളിലൊക്കെ ഓലയോ മറ്റ് സംവിധാനങ്ങളോ ഇതൊക്കെ ഉണ്ടായിരുന്നു. അല്ല വെറുതെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഓപ്പണായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിടത്തില്ല, എന്തെങ്കിലും മറവുകളിലാണ് എന്ത് ചെയ്യുന്നത് ഇത് കൊണ്ടിടുന്നത്. അപ്പൊ കഴിവുള്ളിടത്തോളം ഈ ഒരു പോർഷൻ ഒന്ന് വൃത്തിയാക്കിയാൽ നന്നായിരിക്കും. നമ്മുടെ വീടും പരിസരം വൃത്തിയായി സൂക്ഷിക്കുക. ഇതിന് നമ്മൾ സൗകര്യം ഒരുക്കി കൊടുക്കുന്നതാണ് ഇതുങ്ങൾ വന്ന് എന്ത് ചെയ്യുന്നത് അവിടെ ഇരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പൊ ഈ കാണുന്ന ഏരിയയിലൊക്കെ വൃത്തിയാക്കി സൂക്ഷിച്ചാൽ നന്നായിരിക്കും എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ ഒരു സജഷൻ. സാർ ഇപ്പൊ എവിടെ നിന്നാണ്? ഞാൻ വരുന്നത് ഹരിപ്പാട്ട് നിന്നാണ്. വരുന്നത്. ഓക്കെ. ഏതാണെങ്കിലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള കേരളത്തിലെ എല്ലാ ജില്ലകളിലുമുള്ള സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള ഒരു വോളണ്ടിയറായിട്ടുള്ള ഒരു സാറാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അദ്ദേഹം ഹരിപ്പാട് നിന്നാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇതിനെ കളക്ട് ചെയ്തിട്ട് സുരക്ഷിതമായി ഉത്തരവാദിത്തപ്പെട്ട ആളുകളിലേക്ക് ഏൽപ്പിക്കാനുള്ള ഒരു സിസ്റ്റം അവർക്ക് തന്നെ ഉണ്ട്. ഏതാണെങ്കിലും കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി ശിവപ്രസാദും കുടുംബവും വലിയ തോതിലുള്ള ഭയത്തിലായിരുന്നു. ഈ മുട്ട കണ്ടു കഴിഞ്ഞതിന് ശേഷം കുട്ടികളൊക്കെ കളിക്കുന്ന ഒരിടം കൂടിയാണ് ഈ പ്രദേശം. ഇതിന്റെ തൊട്ടടുത്തൊക്കെ തന്നെയാണ് കുഞ്ഞുങ്ങൾ കളിക്കുന്നത്. ഇതിന്റെ തൊട്ട് സൈഡിൽ കാണുന്നത് വിശാലമായിട്ടുള്ള ഒരു കുട്ടനാടൻ പാടശേഖരമാണ്.
ഇവിടെ കൊയ്ത്തൊക്കെ കഴിഞ്ഞ സമയം കൂടിയാണ്. അപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങൾ കളിക്കുന്ന ഒരു പ്രദേശത്ത് തൊട്ടടുത്ത് കളിക്കുന്ന ഒരു ഇടത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇത്തരത്തിൽ ഈ പറയുന്ന മുട്ട കാണാനിടയായത്. ഇത് മുട്ടയാണോ എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റാത്ത കുഞ്ഞുങ്ങൾ ഇതൊക്കെ എടുത്ത് കളിക്കുകയും മറ്റുമൊക്കെ ചെയ്ത് അവർക്കൊരു ഭയം ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടുതലായിട്ടുണ്ടായാണ്. ഏതായാലും ഇവിടെ നിന്ന് ഇത് മാറ്റാൻ വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വോളണ്ടിയർ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്ന് ഈ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൊതുജനത്തിന്റെ അറിവിലേക്ക് ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. ഇപ്പൊ ഈ റോക്ക് പൈത്തൺ ഇത് ഉരകങ്ങളെല്ലാം ഷെഡ്യൂൾ 1, ഷെഡ്യൂൾ 2 എന്ന ഗണത്തിൽപ്പെടുത്തിയിരിക്കുകയാണ്. ഷെഡ്യൂൾ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വയലേഷൻ എന്ന് പറഞ്ഞാൽ ഒരുമാതിരി സാധാരണപ്പെട്ടവരെ സംബന്ധിച്ച് അറിയത്തില്ല. ഷെഡ്യൂൾ 1ന്റെ വയലേഷൻ ഇപ്പോൾ ഈ മുട്ട കളക്ട് ചെയ്യുന്നത് തന്നെ ലൈസൻസ് ഉള്ള ഒരാൾക്ക് മാത്രമേ ആ മുട്ട കളക്ട് ചെയ്യുക, ഒരു പാമ്പിനെ റെസ്ക്യൂ ചെയ്യാൻ പാടുള്ളൂ. അതിനെ ഉപദ്രവിക്കുകയോ കൊന്നുകളയോ ചെയ്യുക. ഇതിൻ്റെ അകത്തിലെ ഈ കാര്യങ്ങളിൽ എന്ത് ഷെഡ്യൂൾ 1ലുള്ള വയലേഷൻ എന്ന് പറയുന്നത് 4 വർഷം മുതൽ 7 വർഷം വരെ അകത്തു പോകുന്നതായ ഒരു പ്രത്യേകമായ ശിക്ഷണ നടപടിയിലേക്ക് നീങ്ങും. അതുപോലെ തന്നെ ഷെഡ്യൂൾ 2 ഉരകങ്ങൾ ഷെഡ്യൂൾ 2-ലുണ്ട്, ഷെഡ്യൂൾ 1-ലുണ്ട്, ഷെഡ്യൂൾ 2-ലുണ്ട്. ഷെഡ്യൂൾ 2 എന്ന് പറയുന്നത് 3 വർഷം മുതൽ 4 വർഷം വരെ എന്ത് ചെയ്യും, അതിന്റെ വയലേഷൻ സംഭവിക്കപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെ പോകും. അതുകൊണ്ട് ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ഉരകങ്ങളെല്ലാം ഈ നിലകളിൽ, അത് ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കടുവയെ നമ്മൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന അതേ ഷെഡ്യൂൾ 1-ൽപ്പെട്ട ഒരു ജീവിയാണ്. ഷെഡ്യൂൾ 1-ൽപ്പെട്ട ജീവികളിൽ ഏതായാലും, അത് പാമ്പായാലും പുലിയായാലും കടുവായാലും മരപ്പെട്ട 12, 14, 16, 18 മുട്ടയുണ്ട്. സാധാരണയും ഇത് മുട്ടയിട്ട് കഴിഞ്ഞാൽ എത്ര എണ്ണം വെച്ചൊക്കെ ആയിരിക്കും വരുന്നത്? അത് പാമ്പുകളുടെ ആരോഗ്യം പോലെ കുറഞ്ഞതൊരു 20 എണ്ണമൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്നത്. അപ്പൊ ഇതില് അതിൽ നിന്നൊരല്പം കൂടെ വലിപ്പം ശരീരഘടന കുറവുള്ളതായിരിക്കാം, അതുകൊണ്ടായിരിക്കാം കുറഞ്ഞതെന്ന് പ്രതീക്ഷിക്കുന്നു. പാമ്പുകളെ മുട്ട തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ലൊരു, അത് ഏത് പാമ്പുകളെയാലും ഈ ലെതർ ടൈപ്പാണ് ഇവരുടെ മുട്ട. എനിക്ക് അധികം അമക്കാൻ പറ്റില്ല, അമക്കരുത്. ഇത് ലെതർ ടൈപ്പാണ്. അപ്പോൾ തന്നെ രണ്ടാമത്തെ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒന്നിച്ചിരിക്കും, ഒട്ടിയിരിക്കും. ഇപ്പൊ നമ്മളൊന്ന് വലിച്ചടത്താൻ ശ്രമിച്ചാൽ അല്പം ബുദ്ധിമുട്ടോട് കൂടിയേ നമുക്ക് വലിച്ചടത്താൻ പറ്റത്തുള്ളൂ, കാരണം അത്രമാത്രം നല്ലവണ്ണം ഒട്ടിയിരിക്കുകയാണ്. ഇതിപ്പോ ഇത് കുഞ്ഞു വിരിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടോ? ഇല്ല, എത്തിയിട്ടില്ല. ഇനിയും എങ്ങനെയാന്ന് പറഞ്ഞാൽ ഒരു ജസ്റ്റ് നമ്മുടെ പ്രഥമ ദൃഷ്ടിയാൽ കൃത്യമായിട്ട് പറയാൻ സാധ്യമല്ല. എന്നാൽ പ്രഥമ ദൃഷ്ടിയാൽ ഒരു കാഴ്ച കണ്ടിട്ട് എങ്ങനെയായാലും ഒരു 35-40 ദിവസമെങ്കിലും എടുക്കും ഇനി ഇത് വിരിയണം. അപ്പൊ ഒരു 25 അല്ലെങ്കിൽ ഒരു മാസത്തിനകത്ത് ആയിട്ടുണ്ട് ഈ സാധനം. കാരണം 55-65 ദിവസത്തിനകത്താണ് എന്ത് ചെയ്യുന്നത്. 55 ദിവസം കഴിഞ്ഞ് ഏത് സമയത്തും നമുക്ക് പ്രതീക്ഷിക്കാം. മുട്ടയുടെ ഒരു വലിയൊരു കൂട്ടമാണ് അത് കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു കൂടിനുള്ളിലേക്ക് അത് നിക്ഷേപിക്കുകയാണ്, ഗേജിലേക്ക് മാറ്റുകയാണ്. ഇത്തരത്തിൽ ശാസ്ത്രീയമായ രീതിയിൽ പാമ്പുകൾ അതുപോലെയുള്ള ജീവികൾ നമുക്ക് ഏതെങ്കിലും ദൃഷ്ടിയിൽ പെട്ടാൽ സംബന്ധമായി സാധാരണ സ്നേക്ക് റെസ്ക്യൂവിന്റെ ഇതാണ് ഞങ്ങൾക്ക് ഉള്ളത് എങ്കിൽ പോലും ഞാൻ അത്യാവശ്യപ്പെട്ട വൈൽഡ് ആനിമൽസിനെയൊക്കെ നമുക്ക് റെസ്ക്യൂ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെയൊക്കെ ഫോറസ്റ്റിന്റെ അനുമതിയോടുകൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. ഏതാണെങ്കിലും ഈ വളരെ മണിക്കൂറുകൾ നീണ്ട ഒരു ഭയത്തിന് അല്ലെങ്കിൽ ഒരു സംഘർഷത്തിന് ഈ കുടുംബത്തിന് അയവ് വരുന്നു എന്ന് പ്രതീക്ഷിക്കാം.